കാരണം നോക്ക്, ഇതെന്റെ ഒരു മുടി ചേമ്പാണ്. ഇതിന്റെ ഒരിലയില് ഒരാൾക്ക് കിടന്നുറങ്ങും. തനി നാടൻ കുഞ്ഞുങ്ങളാണ്. ഞാൻ ഇവിടെ തന്നെ വിരിയിച്ച കുഞ്ഞുങ്ങളാണ്. ആവശ്യക്കാർ വന്നു കഴിഞ്ഞാൽ കോഴി കുഞ്ഞുങ്ങളെയും കൊടുക്കുന്നതായിരിക്കും. പ്യുവർ നാടൻ ഗ്യാരണ്ടിയാണ്. ഇത് കരിങ്കദളി എന്നാണ് ഇതിന്റെ പേര് പറയുന്നത്. എൻ്റെ പേര് ലൂക്കോസ്. ഞാൻ കൊല്ലം ജില്ലയിൽ 11-ാം വാർഡ് ശൂരനാട് 11-ാം വാർഡിൽ താമസിക്കുന്ന ഒരു കർഷകനാണ്. കാരണം നോക്ക്, ഇതെന്റെ ഒരു മുടി ചേമ്പാണ്. ഇതിന്റെ ഒരിലയില് ഒരാൾക്ക് കിടന്നുറങ്ങും. അത്രയ്ക്ക് വലിയ ചേമ്പാണ്. ഞാനിത് രാസവളം വലുതായിട്ട് ഉപയോഗിക്കാറില്ല. ചാണകം തന്നെ, ഞാനിവിടെ പശുവിനെ വളർത്തുന്നതിന്റെ ചാണകം തന്നെയാണ് കൂടുതലും ഉപയോഗിക്കുന്നത്. ചേമ്പ് കണ്ട് അങ്ങോട്ട് ഇഷ്ടംപോലെ ചേമ്പുണ്ട്. ഉള്ള് അതാണ്ട് ഇത് മരത്തിന് ചുറ്റും പടർത്തിയിട്ടേക്കുന്ന കാച്ചില്. ഇതുപോലെ തന്നെ ഞാൻ ചാണകമാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. അല്ലാതെ രാസവളങ്ങൾ ഇതൊന്നും ഇതിന് ഉപയോഗിക്കുന്നുണ്ട്. എത്ര ഉയരത്തിൽ പോയിരിക്കുമല്ലയോ? ആ, അതിനനുസരിച്ച് വിളവ് ചുവട്ടിൽ നല്ല വിളവുണ്ടാവും. കാച്ചിലൊക്കെ എത്ര പടരുന്നു, എത്ര ഹൈറ്റിൽ പടരുന്നു, അത്രയും താഴോട്ട് ഉണ്ടാവുമെന്നാണ് പറയുന്നത്. ഇത് വാഴയുടെ നടുന്ന രീതി തടം എടുത്തിട്ടാണ് ഞാൻ ഇത് നട്ടേക്കുന്നത്. ഇപ്പം മണ്ണ് കൂട്ടിയേക്കുവാണ്. ഇത്രയും ഹൈറ്റിലാണ് പടർന്നേക്കുന്നത്. ചേമ്പിന്റെ തടയുടെ കനം നോക്ക്. ഇതെല്ലാം ചാണകം തന്നെയാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. അല്ലാതെ ഇതിന് രാസവളം എന്ന് പറഞ്ഞത് ഇട്ടിട്ടേ ഇല്ല. ചാണകം. ചേമ്പിന് എത്ര മാസം വിളവ്? ഇത് 7-8 മാസം എടുക്കുമെന്നാണ് പറയുന്നത്. ഇതിന്റെ വിത്താണോ തടയാണോ നടുന്നത്? ഞാൻ ഇതിന്റെ തടയാണ് നടുന്നത്. തട നടും അല്ലേ? വിത്ത് ഞാൻ കുഴിയൊക്കെ എടുത്തിട്ട് പിന്നെ കുഴിയെടുത്ത് ചാണകപ്പൊടി വിത്ത് നട്ടിട്ട് ചാണകപ്പൊടി ഇട്ട് നീക്കി മൂടും, കരിയിലേയും വെച്ച്. മണ്ണിന്റെ pH മൂല്യമൊക്കെ നോക്കുന്നതിന് പിന്നെ അതൊന്നും ഞാൻ ഇതുവരെ നോക്കിയിട്ടില്ല. പിന്നെ നടുന്ന സമയത്ത് കുമ്മായപ്പൊടി ഇടും. കുമ്മായി ഇട്ടാൽ മതി. അല്ലാതെ ഞാനത് വേറെ രീതിയിലൊന്നും മണ്ണ് പരിശോധന ചെയ്തിട്ടില്ല. മണ്ണൊക്കെ പരിശോധിച്ചാലേ കൂടുതൽ മണ്ണൊക്കെ പരിശോധിച്ച് കൃഷി ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ വിളവ് കിട്ടും. പിന്നെ അതുപോലെ രോഗങ്ങളിലൊക്കെ നിയന്ത്രിക്കാൻ പറ്റും. ചെടിക്ക് നമ്മൾ കൊടുക്കുന്ന വളവേ ശരിയായ രീതി പിടിച്ചെടുക്കാൻ ഞാൻ ഇതുവരെ അതിനുള്ള ഒരു സാഹചര്യം നമുക്കൊത്ത് വന്നില്ല. അതുകൊണ്ട് ഞാനിത് പറഞ്ഞ പഴയ ഞങ്ങളുടെ പരമ്പരാഗത രീതിയിൽ തന്നെ അങ്ങ് ചെയ്യുക. അത് നടുന്ന സമയത്ത് കുമ്മായം ഇടുക, പിന്നെ മണ്ണ് വെട്ടിയടുപ്പിക്കേണ്ട സമയത്ത് മണ്ണ് വെട്ടിയടുപ്പിക്കുക. അതാണ് ഇത് നോക്ക്, ചേമ്പിന്റെ ഒക്കെ കനം നോക്ക്. ഇത് ചാണകം തന്നെ മാത്രമായിട്ട് വേണ്ട. ഇത് ലൂക്കോസ് ചേട്ടാ, ഈ ചേമ്പ് വിളഞ്ഞെന്ന് എങ്ങനെ മനസ്സിലാവും? വിളഞ്ഞെന്ന് 7-8 മാസം ആകുമ്പോ ഇതിന്റെ ഇലയെല്ലാം കരിയാൻ തുടങ്ങും. പഴുക്കും. പഴുത്ത് അന്നേരം നമുക്കറിയാം. അന്നേരം പെട്ടെന്ന് കിളയ്ക്കണോ? പെട്ടെന്ന് കിളയ്ക്കാവുന്നതാണ് നല്ലത്. അന്നേരം ഇല്ലെങ്കിൽ കിടന്ന് കരിക്കാൻ അടിച്ചു പോകുമെന്ന് പറയും. വിത്തിന് കറുപ്പ് കളർ പോയി. ഇപ്പൊ നമുക്ക് കിളച്ച് കാണിക്കാൻ പറ്റത്തില്ല, പരുവായില്ല, നഷ്ടമായില്ല. പകുതി ഇപ്പം വിത്ത് മെനഞ്ഞു കൂടുന്ന ടൈമാണ് ഇപ്പൊ. അപ്പൊ നമ്മൾ ഇതിന്റെ പൂർണ്ണ ഇത് വിളവെടുക്കുന്ന സമയത്ത് ഇതിന്റെ വീഡിയോ കാണിക്കാം. ഇതിനകത്ത് നമുക്ക് എന്തോ കിട്ടും, ഇത് രാസവളം ഉപയോഗിക്കാതെ ചെയ്തതിന് എന്തോ വിളവ് കിട്ടുക എന്നുള്ളത് അന്നേരം നമുക്ക് നോക്കാം. അതുകൊണ്ട് അവിടെ എല്ലാം ഉണ്ട്. എല്ലാം ചേമ്പ് നല്ല ധനമായിട്ട് കിടക്കുന്ന ചേമ്പ. ഒരു രാസവളം ഉപയോഗിച്ചിട്ടുള്ളതല്ല. ചാണകപ്പൊടി തന്നെ, അത് ധാരാളം ഉണ്ട്. അതുകൊണ്ട് അത് വാരി ഇടും, മണ്ണ് വെട്ടിയടുപ്പിക്കും. പശുവുണ്ട്. വാങ്ങി നട്ടതാ. ഏത് എണ്ണത്തിലാ പെട്ടയാന്ന് എനിക്ക് അറിയത്തില്ല. എന്നാലും ഇപ്പം നല്ല വിളവ് ഇപ്പൊ എടുത്തത് തീർന്നത്. ഇനി അടുത്ത ട്രിപ്പ് പിടിക്കണം. അതുകൊണ്ട് ഇതൊന്നിനും പിന്നെ രാസവളം ഉപയോഗിക്കുന്നതല്ല. ഇതെല്ലാം തനി നാടൻ വളവേ ഉള്ളു ഇതിനെല്ലാം ഉപയോഗിക്കുന്നത്. വേണ്ട, ഇത് നീല കളറാണ് ഈ മുളക്. നല്ല എരിവുണ്ട് അത്യാവശ്യം. ഇതിപ്പം പറിച്ച് തീർന്നതാണ്. ഇതെല്ലാം നാടനും VV3യുടെ കോഴിയുണ്ട്. പക്ഷെ നാടൻ ഇതെല്ലാം മുട്ടയിടിയിൽ ഏകദേശം കഴിഞ്ഞ കോഴികളാണ്. ഇനിയിപ്പോൾ അടുത്ത ബാച്ച് അതിനാണ് അവിടെ ഇട്ടേക്കുന്നത്. ഇവിടെ കുഞ്ഞുങ്ങളെ വേറെ ആക്കിക്കൊണ്ട് വരുന്നത് അടുത്ത ബാച്ചിനുള്ളത്. ഇതിനെ വിൽക്കാനാണ് മുട്ടയ്ക്ക് വേണ്ടിയാണ്? മുട്ടയ്ക്കും ഞാൻ കുഞ്ഞുങ്ങളെ വിൽക്കുന്നുമുണ്ട്, നാടൻ കുഞ്ഞുങ്ങളെ.
ഇതെല്ലാം തനി നാടൻ കുഞ്ഞുങ്ങളാണ്. ഞാനിവിടെ തന്നെ വിരിയിച്ച കുഞ്ഞുങ്ങളാണ്. ആവശ്യക്കാർ വന്നു കഴിഞ്ഞാൽ കോഴി കുഞ്ഞുങ്ങളെയും കൊടുക്കുന്നതായിരിക്കും. തനി നാടൻ ഇതിപ്പം 2-3 ആഴ്ച പ്രായമായ കുഞ്ഞുങ്ങളാണ്. തനി നാടനാണ്, അടയിരിക്കുന്ന ടൈപ്പ് കോഴി കുഞ്ഞുങ്ങൾ. പ്യുവർ നാടൻ ഗ്യാരണ്ടിയാണ്. 2 തലമുറ പഴക്കമുള്ള എരുത്തിലാണ്. എൻ്റെ അപ്പച്ചൻ്റെ അപ്പച്ചൻ പണിഞ്ഞതാ. അത് ഞാനിപ്പോഴും ഇങ്ങനെ നിലനിർത്തി പോവുകയാണ്. പഴയ എൻ്റെ വീട് ഇതിൻ്റെ ഫ്രണ്ടിലായിരുന്നു. ഇപ്പോഴും ഞാൻ ഈ എരുത്തിൽ പൊളിക്കാതെ നിലനിർത്തി പോവുക. ഇത് ഇപ്പോഴത്തെ അതിൻ്റെ കൂട്ട് വീതിയൊന്നുമില്ല, പഴയ കാലത്തുള്ള എരുത്തിലാണ്. ഇത് ഒരാളെനിക്കൊരു വിത്ത് തന്നതാണ്. ഇത് കരിങ്കദളി എന്നാണ് ഇതിൻ്റെ പേര് പറയുന്നത്. പക്ഷേ ഞാൻ ഇതുവരെ ഇത് ഉപയോഗിച്ചിട്ടില്ല. തന്നു കഴിഞ്ഞപ്പോൾ ഞാൻ കൊണ്ടുവന്ന് നട്ട് ഇങ്ങനെ കുലച്ചിട്ടുണ്ട്. ഇതിനും രാസവളം ഒന്നും ഉപയോഗിച്ചല്ല, എല്ലാം ജൈവവളങ്ങൾ മാത്രം ചെയ്യുന്നതായത്. കരിങ്കദളി മറ്റേ പൂജാക്കദളിയുടെ അല്ല അതല്ല, ചെങ്കദളിയുടെ ഒന്നും ഇനമല്ല. അത് അതേ അല്ല. ചെങ്കദളി കാണാൻ നിൽക്കുന്നു, അതല്ല. ഇത് കരിങ്കദളി എന്നാണ് പറയുന്നത്. ഇപ്പം കുലച്ചിട്ട് 2-3 ആഴ്ച ആയതേ ഉള്ളൂ. ഈ ഭാഗത്തൊന്നും ഇല്ലാത്ത ഒരു ഇനം അല്ലേ? ഇത് ഞാൻ വലുതായിട്ട് കണ്ടിട്ടില്ല. ആയൂർ ജാക്കിന്റെ ഇത് ഞാൻ നട്ടിട്ട് 4 വർഷമായി. 4 വർഷമായി. ഇത് ഇപ്പം ആദ്യത്തെ ഒരു വർഷം കഴിഞ്ഞ് 2ാമത്തെ വർഷം തന്നെ ഇതിപ്പം കണ്ടിന്യൂ പിടിക്കുന്നുണ്ട്. കണ്ടിന്യൂ പിടിക്കുന്ന ഇത് 3ാമത്തെയാ. ഇപ്പോഴും ഒരു വർഷത്തിൽ ഇത് 3ാമത്തെ ചക്കപിടുത്തമാണ്. ഇത് കഴിഞ്ഞ പ്രാവശ്യത്തെ എല്ലാം എടുത്ത് ഇപ്പം ഇനി ആയി മേളുമുണ്ട്. 4 വർഷമായ തൈയാണ്. എത്ര മാസം വേണം ഇത് വിളയാൻ? ഇത് 3 മാസം വേണ്ടി വരും. അതുപോലെ തന്നെ എനിക്ക് ഇഞ്ചിയുടെ കൃഷിയുണ്ട്. പിന്നെ ഇത് സാധാ രീതിയിൽ തന്നെ നടുന്നത്. ഞാൻ വാരം കോരിയിട്ട് ചെറിയ കുഴി എടുത്തിട്ട് പിന്നെ എല്ലുപൊടി, വേപ്പും പിണ്ണാക്കും. പിന്നെ എനിക്ക് കൃഷി പശുവിനെ വളർത്തുന്നത് ഉള്ളതുകൊണ്ട് ചാണകം തന്നെയാണ് ഞാൻ കൂടുതൽ യൂസ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ മുയൽ ഉണ്ട്. ഇപ്പോൾ അത് അവർ പ്രസവിച്ച് 4 കുഞ്ഞുണ്ടായിരുന്നു. ഒരെണ്ണം ചത്തുപോയി, ബാക്കിയുണ്ട്. അവർക്കെല്ലാം തീറ്റി കൊടുക്കണോ ഇനിയിപ്പം. ഇത് നമ്മൾ നാടൻ രീതിയിൽ തന്നെ വളർത്തുന്ന മുയലാണ്. ഇപ്പം ഒരു 3 കുഞ്ഞുങ്ങളും ഉണ്ട്. ഇനി എങ്ങനെ വിൽക്കുവാണോ അതോ? ആവശ്യക്കാർ വന്നു കഴിഞ്ഞാൽ കൊടുക്കും കുഞ്ഞുങ്ങളെ. നമ്മളെ ഇവിടെ പ്രസവിക്കുന്ന അനുസരിച്ചുള്ളതിനെ കൊടുക്കും. ഇല്ലെങ്കിൽ വേറെ നമ്മുടെ കൂട്ടുകാരുടെ വീട്ടിൽ കിടപ്പുണ്ട്, അവർക്ക് കുഞ്ഞുങ്ങളെ വന്നു കഴിഞ്ഞാൽ കൊടുക്കുന്നതായിരിക്കും. നമ്മളുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ മുയലിന്റെ കുഞ്ഞുങ്ങളെ കൊടുക്കും. ചെങ്കദളിയാ? ചെങ്കദളിയ. ഇതിപ്പോൾ കൂമ്പ് വന്ന്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. രാജേന്ദ്രൻ ബ്ലോഗ്സ് വള്ളികുന്നം.